ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ ഒരു മറൈൻ എക്സ്പോ കാണാൻ പോയതാണ്. തളിപ്പറമ്പിലാണ് ഇത് സ്പോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകുവാണ്. നമ്മൾ ആദ്യം കയറി ചെന്നത് കാശ്മീർ വിസ്മയ കാഴ്ചകളിലേക്കാണ്. അതിനുള്ളിൽ കയറിയാൽ അതൊരു മായാലോകം തന്നെയാണെന്ന് പറയാം. അടിപൊളിയായിരുന്നു. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളവിടെ എത്തിയതൊരു രാത്രി 7:30 ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയതിനുള്ളിൽ. ഇതൊക്കെ നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇതാണ് മാമത്ത്. നമ്മുടെ ചെറുപ്പത്തിൽ സ്റ്റോറീസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാർട്ടൂണിലൊക്കെ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. ലിയും ലാമിയും പൂർവികരോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. അവിടെയും ഇവിടെയും ഓടി ചെന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അവർ രണ്ടുപേരും. ഇതൊരു ധ്രുവക്കരടിയാണ്. കാശ്മീരിലെ പോലെ കുഞ്ഞു കുഞ്ഞു വീടുകളും പൂന്തോട്ടവും എല്ലാം അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വ്യൂ ഒക്കെ കണ്ടാൽ ആർട്ടിഫിഷ്യലായി ചെയ്തതാണെന്ന് പറയുകയില്ല. പെൻഗ്വിൻ, പാണ്ട, ധ്രുവക്കരടി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. കണ്ടോ, എന്താ പറയുക, ഈ ഒരു ഗാർഡനും അവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. അതൊക്കെ അവർ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാശ്മീർ കാഴ്ചകൾ കണ്ട ശേഷം നമ്മളെ അടുത്തതായി വെൽക്കം ചെയ്തത് അണ്ടർ വാട്ടർ ടണലാണ്. നമ്മളങ്ങനെ അതിലൂടെ നടക്കുവാണ്. നിരവധി ഫിഷുകളുടെ ഒരു മായാലോകം എന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു മറൈൻ എക്സ്പോ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വളരെ നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയും. നമ്മൾ ഇതിനു മുമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്തത് മൈസൂർ പോയപ്പോഴായിരുന്നേ. മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളതും ഇവിടെയായിരുന്നു. രണ്ട് മെർമെയ്ഡിനെ കണ്ടോ, മത്സ്യകന്യകമാർ. അവരെ കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ. ലിയു കയറി ചെന്ന ഉടൻ ഒരു മെർമെയ്ഡിനെ അങ്ങ് വശത്താക്കിയിട്ടുണ്ട്.
പണ്ട് ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ ആയിരുന്നു ഈ മത്സ്യകന്യകമാരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അത് കാർട്ടൂണുകളിലൊക്കെ കുട്ടികൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നേരിട്ട് ലൈവായി ഒരു മെർമെയ്ഡിനെ കണ്ടത് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു. ഇത് കടലിൽ നിന്ന് വന്നതാണോ, ഇത് ഒറിജിനൽ വാലാണോ, ഇനി യഥാർത്ഥ മനുഷ്യനാണോ, അങ്ങനെ ഒരുപാട് അവർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തു. നമ്മൾ ഒരുപാട് നേരം ഇവരെ തന്നെ നോക്കി ഇവിടെ നിന്നു. പിന്നീട് പോപ്കോണിൻ്റെയും പഞ്ഞിമിഠായിയുടെയും ഒക്കെ ഊഴമായിരുന്നു. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കസിനും എൻ്റെ കാക്ക അവരുടെ ഫാമിലിയൊക്കെ നമ്മളവിടെ കണ്ടു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയേ. പിന്നെ നമ്മളിങ്ങനെ നടന്നപ്പോൾ പഴയകാല മിഠായികളൊക്കെ കണ്ടു. നൊസ്റ്റാൾജിയ ആയവരൊക്കെ വേണ്ടി കുറച്ച് മിഠായി, പുളിയച്ചാറ് അതൊക്കെ വാങ്ങി നമ്മളങ്ങനെ അവിടെ നിന്ന് മാറി. എല്ലായിടത്തും കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു. മക്കളെ ഇവിടെ നിന്നൊക്കെ ഒന്ന് ഇറക്കി കിട്ടാൻ നല്ല പാടായിരുന്നേ. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ എത്തിപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ എത്തിയ ശേഷം പിന്നെ മക്കളെ ഒന്നും പിടിച്ചാൽ കിട്ടിയിട്ടില്ല.
നമ്മുടെ ഫാമിലിയിലെ എല്ലാ മക്കളും എല്ലാ റൈഡിലും കണ്ടതിലും കേട്ടതിലും ഒക്കെ കയറി നല്ല മുതലെടുപ്പായിരുന്നു. ഇനിയും അവിടെ നിന്നാൽ കമ്പനിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് മനസ്സിലായി നമ്മൾ അവിടെ നിന്ന് എക്സിറ്റിലേക്ക് വിട്ടു. 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് വളരെ വേർത്തി ആയിട്ടുള്ളൊരു എക്സ്പോ തന്നെയായിരുന്നു ഇത്. വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്.